രീതിയിൽ നമുക്കൊപ്പം സിനിമാ വിശേഷങ്ങളും ഒപ്പം നമ്മുടെയൊക്കെ പിന്തുണയുമായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള അവരെ മജ്ലിസിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി യൂണിയന്റെ പേരിൽ ഹാർദമായ സ്വാഗതം ഈ വേദിയിലേക്ക് നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ടീമിനെ നമുക്ക് ഹാർദമായി ഇവിടെ സ്വാഗതം ചെയ്യാം. ഞാൻ ഐക്യ യൂണിയനെ പറ്റി പറഞ്ഞു വന്നത്, ഈ കുട്ടികൾ ഈ ചുമതല ഏറ്റെടുത്ത ശേഷം വളരെ കൃത്യമായി വിദ്യാർത്ഥി താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ച് അവർ നടത്തിയ ഓരോ പ്രവർത്തനങ്ങളെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നിതിൻ ഫാത്തിമ എന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണെ ഞാൻ പരിചയപ്പെടുന്നത് പാലക്കാട് വിക്ടോറിയയിലെ ഒരു വിദ്യാർത്ഥിനിയായിട്ട് കടന്നു വന്ന കാലത്താണ്. എനിക്കിപ്പോൾ ഈ വേദിയിൽ ഉൾപ്പെടെ നിൽക്കുമ്പോൾ പറയാൻ പറ്റും അഭിമാനത്തോടെ, അടുത്ത കാലത്ത് നമ്മുടെ ഭാവിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫേസാണ് നിതിൻ ഫാത്തിമ എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണം. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മനോഹരമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്ത, സ്മാർട്ടായി ഇടപെടാൻ മടിയില്ലാത്ത പ്രിയപ്പെട്ട നിതിൻ ഫാത്തിമയുടെ കീഴിൽ ഈ യൂണിവേഴ്സിറ്റി യൂണിയന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബോട് സൂചിപ്പിച്ചതുപോലെ അവരുടെ പോലും അഭിനന്ദനം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജനറൽ സെക്രട്ടറി സ്വാഗതം പറയുമ്പോൾ പറഞ്ഞ ആദ്യത്തെ വാചകത്തിലെ അഭിമാനബോധം അത് മറച്ചു വെക്കാൻ കഴിയില്ല. പഠിച്ച കോളേജിന്റെ നടുമുറ്റത്തേക്ക് ഒരു യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി ജയിച്ച ശേഷം ആ യൂണിയന്റെ ഇന്റർ സോൺ കലോത്സവങ്ങൾ ചരിത്രത്തെ തിരുത്തിക്കുറിച്ച് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സർവയജ്ഞവും നടത്തിയ പ്രിയപ്പെട്ട സഫ്വാനെയും ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഇപ്പൊ കണ്ടൊരു വാർത്ത, തിരുവനന്തപുരത്ത് ഒരാള് 6 പേരെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ്. 6 പേരെ കൊന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. അയാളുടെ കുടുംബം, ക്യാൻസർ ബാധിതയായിട്ടുള്ള അയാളുടെ ഉമ്മയെ പോലും കൊല്ലാൻ ശ്രമിച്ച് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണെന്നാണ് പറയപ്പെടുന്നത്. കലോത്സവങ്ങളും വിദ്യാർത്ഥികളും സംഘടനകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ വഹിക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളത് അത് കൃത്യമായി പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഒറ്റ വാചകം മാത്രം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ബോധം മറന്ന ശേഷം അനുഭവപ്പെടുന്ന പ്ലഷറല്ല, ബോധത്തോടെയുള്ള അനുഭവപ്പെടുന്ന സന്തോഷമാണ് നമ്മളെ നയിക്കേണ്ടത് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അപ്പൊ അതൊരു കലോത്സവത്തിന്റെ വേദിയാണ്. ഈ കലോത്സവത്തിന്റെ വേദിയിൽ എന്താണ് ലഹരി? ഒരു നാടകത്തിലെ മനോഹരമായ അഭിനയ മുഹൂർത്തങ്ങളാണ് ലഹരി, നൃത്തത്തിന്റെ ചുവടുകളാണ് ലഹരി, പാട്ടാണ് ലഹരി, നൃത്തമാണ് ലഹരി, മോണോ ആക്ടാണ് ലഹരി, മിമിക്രിയാണ് ലഹരി. ആ ലഹരിക്ക് പുറമെ അത് തരുന്ന സന്തോഷം, അതിന്റെ ജയപരാജയങ്ങൾക്കപ്പുറത്ത് കലയുടെ കാര്യത്തിൽ 2 വിഭാഗമേ ഉള്ളൂ. അവതരിപ്പിക്കുന്ന ആളുകളും ആസ്വദിക്കുന്ന ആളുകളുമല്ലാത്ത മറ്റൊരു വിഭാഗീയതയും അതിനകത്തില്ല. ജാതിയില്ല, മതമില്ല, മറ്റൊന്നും അതിനകത്തില്ല. ഈ 2 വിഭാഗങ്ങൾക്കപ്പുറത്തേക്ക് ആസ്വാദനത്തിന് വേണ്ടിയോ മറ്റെന്തിൻ്റെയും പേരിൽ ഞാൻ ഒരു കാര്യം പറയുന്നു, മനോഹരമായൊരു പാട്ട് ആസ്വദിക്കുന്നതിനേക്കാൾ ഒരു ലഹരിയും ഒരു പൊടിക്കും നൽകാനില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വിശ്വസിച്ചും പറഞ്ഞും പഠിപ്പിച്ചും നമ്മൾ മുന്നോട്ട് പോകേണ്ട കാലം തന്നെയാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അത്തരം അപകടങ്ങളെ ചെറുക്കാൻ ക്യാമ്പസിന് കഴിയേണ്ടതുണ്ട്. ക്യാമ്പസുകളുടെ മുഖമുദ്ര ഈ പറയുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും ആവരുത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളെ യുണൈറ്റ് ചെയ്യുന്ന വേദികളാണ് ഇതൊക്കെ. ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന്, നേരത്തെ അതാണ് ഞാൻ സാർ നേരത്തെ പറഞ്ഞത്, ജൈവരാജ്യങ്ങൾക്കപ്പുറത്തേക്ക് VC നേരത്തെ പറഞ്ഞത്, ജൈവരാജ്യങ്ങൾക്കപ്പുറത്തേക്ക് കലാ മത്സരം എന്നതിന് പകരം ഉത്സവം എന്നതിനെ വിളിക്കുന്നതിന്റെ കാരണം അതെല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ ഉത്സവാന്തരീക്ഷങ്ങൾ നിലനിർത്തണമെങ്കിൽ ഇത്തരം ലഹരികളുടെ പുറകെ നമ്മൾ പോകേണ്ടതില്ല. കഴിഞ്ഞ ദിവസം 40ാമത്തെ വയസ്സിലേക്ക് എത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും അൽ നാസറിന് വേണ്ടി ഗോൾ അടിക്കുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതുണ്ടാക്കുന്ന ലഹരിക്കപ്പുറം എന്താണ് വേറൊരു ലഹരി ഉണ്ടാവുന്നത്? ഇപ്പൊ ഇന്റർ മിയാമിക്ക് വേണ്ടി കളിക്കുമ്പോൾ ഇന്നലെയും 2 അസിസ്റ്റുമായി ആ ടീമിനെ ജയത്തോളം പോകുന്ന ഒരു സമനിലയിലേക്ക് നയിച്ച ലയണൽ മെസ്സിയുടെ കളിമുഹൂർത്തങ്ങൾ കാണുമ്പോൾ ആർക്കാണ് അവിടെ ലഹരിക്ക് വേറൊരാവശ്യത്തിന് പുറകെ പോകുന്നത്? പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൽ ഫോം ഔട്ട് ആണെന്ന് എല്ലാവരും പറഞ്ഞ് തള്ളിയപ്പോഴും ഇന്നലെയും സെഞ്ചുറിയുമായി ഇന്ത്യയെ ജയിപ്പിച്ച വിരാട് കോഹ്ലിയുടെ കൺസിസ്റ്റൻസി നമുക്കറിയാം. അത്തരം ആളുകൾ നമ്മളെ യുണൈറ്റ് ചെയ്യാനുള്ളപ്പോ ക്യാമ്പസ് വഴുതി പോവാതിരിക്കാൻ നമ്മുടെ ഇടയിൽ നിന്ന് ഈ പറയുന്ന ബോധമില്ലാത്ത പ്ലഷറുകളിലേക്ക് നമ്മളെ നയിക്കുന്നതിന്റെ പുറകെ നമ്മളെ പോവാതിരിക്കാൻ പ്രാപ്തരമാക്കുന്ന ഉത്സവങ്ങളായി കലോത്സവങ്ങളും മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട ശ്രീ രഞ്ജിത്ത് നായർ, നമ്മുടെ ഓഫീസർ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയായിട്ടുള്ള അദ്ദേഹം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആർദ്രമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്
വളരെ നേരത്തെ തന്നെ പിന്നെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാഞ്ഞിട്ടും പറഞ്ഞപ്പോൾ കുട്ടികളോടും ക്യാമ്പസിനോടും ഒക്കെയുള്ള ഒരു താല്പര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെയും ഞാൻ ഹാർദമായി പിന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇനി പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ വേദികളുടെ പേര്, ജിഷ്ണു പ്രണോയുടെ പേരും മിഹിറിന്റെ പേരും സിദ്ധാർത്ഥിന്റെ പേരും ഒക്കെ നിങ്ങൾ ഈ കലോത്സവത്തിന്റെ വേദിയിലേക്ക് ഇട്ടത് വേറൊരു മെസ്സേജിന്റെ കൂടിയാണ്. ഒരു കാര്യം പറയാം, വളരെ അപരിഷ്കൃതമായ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാത്ത ഒരു സാഡിസ്റ്റ് മനോഭാവത്തിന്റെ ഉൽപ്പന്നമാണ് ചെറുതായിട്ടുള്ള രൂപത്തിലുള്ള പോലെ റാഗിങ് എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ആളുകളോ ആയിട്ടല്ല. പക്ഷെ നിങ്ങൾ കാണുന്ന ചില ദൃശ്യങ്ങളുണ്ട്, അവരുടെ ജീവനും ജീവിതത്തിനും രക്ഷിതാക്കളുടെ തോരാത്ത കണ്ണീരിനും കാരണമാവുന്ന തരത്തിൽ ഒരു തരം ബുള്ളിയിങ്, ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കൂടിയാണ് ഈ കലോത്സവം എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഓരോ ഇഞ്ചിലും വന്നു വീഴുന്ന കോമ്പസിന്റെ മുനകളുണ്ടാക്കുന്ന വേദനകളല്ല ഒരു ക്യാമ്പസിന്റെ മുഖമുദ്ര എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. നേരെ മറിച്ച് ചേർത്ത് പിടിക്കുന്നതിന്റെ രാഷ്ട്രീയം തന്നെയാണ് ക്യാമ്പസുകളുടെ മുഖമുദ്രയാവേണ്ടത്. കടന്നു വരുന്ന ഒരാൾക്ക് ആത്മവിശ്വാസത്തോടെ സ്വന്തം കോളേജിലേക്ക് കടന്നു വരാൻ, അതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ ആ കോളേജിൽ നിന്ന് സമൂഹത്തിലേക്ക് പടിയിറങ്ങാൻ കഴിയുന്നതിന് പകരം അമ്മമാരുടെ നിത്യമായ കണ്ണീരിന് കാരണമായി ഈ ക്യാമ്പസുകൾ മാറാതിരിക്കാനുള്ള ജാഗ്രത എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാവട്ടെ ഈ സംഗമം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് അതിൻ്റെ പ്രിയങ്കരനായ ചെയർമാൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക്, അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പറും ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ട്രഷറുമായ ശ്രീ CP ഹംസ അവർക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്ക് ഞാൻ പിന്നെ സംഘടനാ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നവാസും മലോഷി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഇവിടെ സിൻഡിക്കേറ്റിൻ്റെ പ്രിയപ്പെട്ട മെമ്പർമാർ അഡ്വക്കേറ്റ് PK കലീമുദ്ദീൻ അവറുകൾ, റഷീദ് അഹമ്മദ് അവറുകൾ, TJ മാർട്ടിൻ അവറുകൾ, അതുപോലെ തന്നെ ശ്രീ അനുരാജ് AK, അതുപോലെ തന്നെ ശ്രീ P മധു അവറുകൾ ഉൾപ്പെടെ ഒത്തിരി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. ഞാൻ അവരെ എല്ലാം പ്രത്യേകം പ്രാദേശികമായി പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ അധ്യക്ഷന്മാർ എല്ലാവരും ഈ ഉത്സവത്തിനോടൊപ്പം നമ്മളൊപ്പം ചേരുകയാണ്. എല്ലാത്തിലും ഉപരി നിങ്ങൾക്കും ഓരോരുത്തർക്കും പ്രത്യേകമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതവും ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത് ഉത്സവമായി തുടരട്ടെ. മത്സരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള മുഹൂർത്തങ്ങൾ ഈ സംഗമം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കി തരട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.